ഇന്നലെ വൈകുന്നേരം മകരസംക്രാന്തിയോടനുബന്ധിച്ച് ശബരിമലയിലെ ധർമ്മശാസ്താവിൻ്റെ പൂർണ്ണ പ്രഭാമണ്ഡപം ചാർത്തി ലക്ഷക്കണക്കിന് ജനത അവിടെ അയ്യപ്പ ദർശനത്തിന് വന്നിരുന്നു. എല്ലാ മതത്തിൽപ്പെട്ടവരും, എല്ലാ ജാതിയിൽപ്പെട്ടവരും, എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും അവിടെ ഉണ്ടായിരുന്നിരിക്കും. അവർക്കെല്ലാം കലിയുഗ വരദനായ അയ്യപ്പൻ അനുഗ്രഹാശിസ്സുകൾ ചൊരിയണമേ എന്ന് കേരളത്തിലെ കേരളീയരായ, കേരളത്തിന് പുറത്തുമുള്ള അയ്യപ്പന്മാർ പ്രാർത്ഥിക്കണം എന്ന് നിറഞ്ഞ ഹൃദയത്തോടു കൂടി പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലും ഒരയ്യപ്പനും ചെയ്യാൻ ആഗ്രഹിക്കാത്ത, ഒരിക്കലും ചെയ്യണമെന്ന് മറ്റൊരുവനോട് പറയാത്ത, ഒരിക്കലും നമ്മൾ ചെയ്യണമെന്ന് ചിന്തിക്കാത്ത ഒരപേക്ഷ കൂടി ലോകത്തിലെ അയ്യപ്പ ഭക്തന്മാരോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇതൊരപേക്ഷയാണ്. ഇതെല്ലാവരിലും എത്തിക്കാൻ നമുക്ക് സാധിക്കണം. അയ്യപ്പൻ്റെ അനുഷ്ഠാനങ്ങൾ, ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കാനായിട്ട് ലക്ഷക്കണക്കിന് വ്യക്തികൾ ശബരിമലയിലേക്ക് കഴിഞ്ഞ 100 ദിവസങ്ങളായിട്ട് പോയിരുന്നു. യുവാക്കളും യുവതികളും ഉൾപ്പെടെ തെരുവുകളിൽ ഇറങ്ങി വൃദ്ധരും ആബാലവൃദ്ധം ജനത ശബരിമലയിലെ അനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കാനായിട്ട് ഇറങ്ങിയ ചരിത്രത്തിലെ ആദ്യ സംഭവമാണ്. കേരളത്തിലെന്നല്ല, ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടനത്തെ തകിടം മറിച്ച് തകർത്ത് തരിപ്പണമാക്കാൻ ആരെല്ലാമാണോ കൂടെ നിന്നത്, അതിലേത് ഭരണാധികാരിയാണെങ്കിലും, ഏത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരാണെങ്കിലും, ഏത് മന്ത്രിമാരാണെങ്കിലും, ആരെല്ലാമാണോ ശബരിമലയെയും അതുമായി ബന്ധപ്പെട്ടവരെയും അവഹേളിച്ചത്, അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ജീവിതത്തിൽ ഇനി അവർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ ഒരിക്കലും ജഗദീശ്വര നിങ്ങൾ അനുഗ്രഹിക്കരുത്. ഈ തിരുവാഭരണം ചാർത്തി മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചവരിൽ, അല്ലെങ്കിൽ മല കയറിയവരിൽ, അല്ലെങ്കിൽ മല ഇറങ്ങിയവരിൽ, അല്ലെങ്കിൽ മലയ്ക്ക് പോകാത്തവരിൽ ആരെല്ലാം, പോലീസുകാരായാലും മറ്റാരായാലും, ഈ ജനതയെ, ഹൈന്ദവ ജനതയെ ചവിട്ടി മെതിച്ച് 7000-ലധികം കേസുകളും 1500-2000-ഓളം പ്രതികളും അതിൽ കൂടുതൽ വ്യക്തികളെ ഇപ്പോഴും ജയിലിലും അടച്ചിരിക്കുന്ന ആ ഭരണാധികാരികൾക്ക് ഇനിയുള്ള ജീവിതത്തിൽ സ്വസ്ഥത എന്ന് പറയുന്നത് കുടുംബത്തിലും അവരുടെ വ്യക്തി ജീവിതത്തിലും അവരുടെ ഔദ്യോഗിക ജീവിതത്തിലും ഒരിക്കലും കൊടുക്കരുതേ എന്ന വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു പ്രാർത്ഥന ഒരു ദിവസമെങ്കിലും ഈ അയ്യപ്പ ഭക്തന്മാർ, നിങ്ങൾ ഈ ഭൂഗോളത്തിൽ എവിടെയാണെങ്കിലും ശരി, അവിടെ ഇരുന്നു കൊണ്ട് ചെയ്യണം. ഈ ധർമ്മത്തെ, സനാതന ധർമ്മത്തെയും ശബരിമലയെയും അതുപോലെ ഭക്തരെയും അവിടെ വന്നവരെയും സ്ത്രീകളെയും പുരുഷന്മാരെയും അവഹേളിച്ച് അപകീർത്തിപ്പെടുത്തിയ മാധ്യമങ്ങളും അതിന് കൂട്ടുനിന്നവരും സഹകരിച്ചവരും ഈ തിന്മയ്ക്ക് പ്രോത്സാഹനം നൽകിയവർക്കും ഇതേപോലെ തന്നെ അയ്യപ്പ സ്വസ്ഥത ജീവിതത്തിൽ ഉണ്ടാകാത്ത വിധത്തിൽ അതിന് വേണ്ടത് ചെയ്യണമേ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥന മറ്റെല്ലാവർക്കും അറിയിക്കുകയും ചെയ്യാം. പ്രണാമം.